ഹലോ മലയാളീസ്, ഇപ്പോൾ സമയം 2:30 ആണ്. ശ്രുതി സിസ്റ്ററിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യൻ വെഡ്ഡിംഗ് ആണ്. അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ പോകുന്നത്. 3 ചേച്ചി റീച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 2:30 എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി അവിടെ എത്തുമ്പോഴത്തേക്കും ഏകദേശം സമയം കറക്റ്റാവും. വെഡ്ഡിങ് നടക്കുന്ന പ്ലേസിന് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കും ബ്രൈഡ് ഹോട്ടൽ ബുക്ക് ചെയ്യുക. അപ്പം നമ്മൾ നേരെ ബ്രൈഡ് താമസിക്കുന്ന ഹോട്ടലിലേക്കാണ് കേട്ടോ പോയത്. ഹായ് മലയാളീസ്, ഇന്നും ഞാനും ചേച്ചിയും കൂടെയാണ് പോകുന്നത്. ഒരു വെഡ്ഡിങ്ങിൻ്റെ മേക്കപ്പാണ്. എവിടെ ചേച്ചി നമ്മൾ പോകുന്നത്? നമ്മൾ മൂവാറ്റുപുഴ. അപ്പോൾ ഇവിടെ നമ്മൾ ഏകദേശം ഒരു ഇപ്പോൾ 3 മണിയായി. 10 മിനിറ്റ്സിൽ ഞങ്ങൾ ഇറങ്ങും. കുറച്ച് നൈസായിരിക്കും, പക്ഷെ കൊള്ളാം. വൈറ്റ് നല്ല കാം ആൻഡ് പീസ്ഫുൾ. അപ്പോൾ പിന്നെ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ചായയൊക്കെ കിട്ടി കേട്ടോ. ചേച്ചിയുടെ വീട്ടിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ചൂടുള്ള കട്ടൻ കാപ്പി അമ്മ ഇട്ട് തന്നായിരുന്നു കേട്ടോ. അതൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഒരു 20 മിനിറ്റ്സൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങി എത്തി. മേക്കപ്പ് ബാഗ് എല്ലാം പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം മേക്കപ്പും ഹെയറും ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. വൈറ്റ് ഗൗണ് കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. എനിക്ക് വൈറ്റിനോട് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. കാരണം വൈറ്റ് കളർ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. എൻ്റെ എല്ലാ ഡ്രസ്സും നോക്കിയാലും വൈറ്റിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടാവും. എൻ്റെ നാള് പ്രകാരം റെഡും ഗ്രീനുമാണ് എനിക്ക് പോസിറ്റിവിറ്റി തരുന്ന കളേഴ്സ്. ആസ്ട്രോളജി പ്രകാരം ശരിയായിട്ടോ, എനിക്ക് പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാറുണ്ട് ഈ കളേഴ്സ് കാണുമ്പോൾ. സത്യം പറയണമല്ലോ. ശ്രുതി ചേച്ചി മേക്കപ്പ് ചെയ്യുന്നുണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മുടെ ബ്രൈഡ് റെഡിയായി കഴിഞ്ഞു. എനിവേ, ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മുടെ മാരേജ് എന്ന് പറയുന്ന ഡിസിഷൻ തീരുമാനിച്ചെടുക്കുന്നതാണല്ലോ അല്ലേ? അപ്പോൾ ഹാപ്പി ആയിട്ട് തന്നെ പോകാൻ പറ്റട്ടെ. ഡിസിഷൻസ് എല്ലാം രണ്ടുപേർക്കും ചേർന്ന് എടുക്കാൻ പറ്റട്ടെ. ഓരോ വെഡ്ഡിങ്ങും പോകുമ്പോൾ ഐ ആം ഓൾസോ എക്സൈറ്റഡ്. പോകുമ്പോൾ മാമിൻ്റെ കൂടെ ഇപ്പോൾ വരുമ്പോഴും ഐ എം റിയലി എക്സൈറ്റഡ്. കാരണം ബ്രൈഡിനെ കാണുമ്പോൾ മേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള അവരുടെ ഫേസിലൊരു സ്മൈലല്ലേ മാം, അവരുടെ ഒരു ഹാപ്പിനെസ് കാണുമ്പോഴാണ് നമ്മുടെ മനസ്സ് നിറയുന്നത്. ഓക്കെ, ഒരു ചേഞ്ചും കൂടെ ഉണ്ട് നമുക്ക്. സാരിയാണല്ലേ? സോ അതും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിവിടെ നിന്ന് പോവാം. അപ്പോൾ ശരി, താങ്ക് യു. ബൈ. ഇവിടെ അനിയത്തില്ലേ? കൈലാശ്രീക്കാണ്. നമ്മളൊരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള 2 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. കൺസിസ്റ്റൻസി വേണ്ട കാര്യമാണ്, ഈഗോ വേണ്ടാത്ത കാര്യം. എന്നാൽ ഒരുമിച്ച് ജീവിക്കാമെന്ന് കൈകോർത്ത് ഡിസൈഡ് ചെയ്യുമ്പോഴും മരിക്കുന്നതിന് മുന്നേ വരെയും നമുക്ക് ആ വ്യക്തിയുമായിട്ട് എല്ലാ സുഖദുഃഖങ്ങളിലും ഒരുമിച്ച് ജീവിക്കാനായിട്ട് പറ്റും. അതിനിടയിൽ ഈഗോ വരികയാണെങ്കിൽ ആ സ്നേഹം കുറഞ്ഞു പോകും. സ്നേഹിക്കുന്ന ആളടുത്ത് മാത്രം നമ്മളുടെ ഈഗോ നമ്മൾ മാറ്റി വെച്ചാൽ അവിടെ സ്നേഹം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കും. പിന്നെ കൺസിസ്റ്റൻസി പറയേണ്ട ആവശ്യമില്ല, അവിടെ ഉണ്ടാവും. അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ ബെസ്റ്റ് എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് മറുപടിയില്ല. ഒരു പുരുഷനും ഒരു സ്ത്രീക്കും 1 വർഷത്തിൽ കൂടുതൽ നല്ലൊരു സുഹൃത്തായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അവർ കണ്ണടച്ച് കല്യാണം കഴിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ ലോങ് ടേം ലവ് തരാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് കമ്മിറ്റ്മെൻറ്റ് നൽകാനായിട്ട് സാധിക്കും. എക്സ്പെക്റ്റേഷൻ വച്ചുകൊണ്ട് മിണ്ടുന്ന ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ ഭാവിയിലും എക്സ്പെക്റ്റേഷൻ നമുക്ക് അവർക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പം ബന്ധം വേർപിരിയാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞു. അങ്ങനെ ഇപ്പോൾ റിട്ടേൺ പോവാണ്. സാരിയും കൂടെ ഉണ്ടായിരുന്നു, അതൊരു സാരി ട്രീപ്പിസ്റ്റിന് കൊടുത്തു. എൻ്റെ മൈക്ക് മൈക്കിനെ ഞാൻ ഇന്നലെ വന്ന യൂബറിൽ വെച്ചിട്ട് വന്നു. എനിക്ക് ഫാൻസിയിലൊന്ന് ഒരു സാധനം വാങ്ങാൻ കയറണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫാൻസിയിൽ കയറി കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ നേരത്ത് ഞാനിരിക്കുന്ന സീറ്റിൽ ഇല്ല ഫാൻസിയിൽ പോകണം. ഫാൻസി പോകുന്നിടത്ത് ഞാനിരിക്കുന്ന യൂബറിൻ്റെ ഫ്രണ്ടിലത്തെ സീറ്റിൽ ഞാൻ വച്ചിട്ട് എടുക്കാൻ പറ്റും ഇറങ്ങാൻ നേരത്ത്. പിന്നെ ഇപ്പോൾ യൂബർ ചേട്ടനെ ഞാൻ വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ചേട്ടൻ്റെ കയ്യിലുണ്ട്, സേഫാണ്, സാധനം ഇരിപ്പുണ്ട്, പോർട്ടർ വഴി എനിക്ക് എൻ്റെ കയ്യിലോട്ട് എത്തിക്കണം. ഇന്ന് രാവിലെ പിന്നെ വർക്കിൽ വന്നതുകൊണ്ട് പിന്നെ എനിക്കത് എടുക്കാൻ പറ്റിയില്ല. ടയർഡായി. ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ ഫുഡ് കഴിച്ചിട്ട് പോവും.
ഇന്ന് പെയിൻറ്റിങ്ങിൻ്റെ ആവശ്യത്തിന് ഒന്ന് ഷോപ്പ് വരെ പോകണം. ഇന്നെന്താ എനിക്കറിയില്ല കേട്ടോ, മൊത്തത്തിലൊരു സൈലൻ്റാണ് ഞാൻ. ചില സമയത്ത് ഞാൻ പെട്ടെന്ന് അങ്ങ് സൈലൻ്റ് ആവും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്നിനും ഒരു ആൻസർ പറയാനില്ല. ഐ ബി സൈലൻറ്റ്. അത് എൻ്റെ ഒരു ഹീലിംഗ് പ്രോസസ്സാണ്. ഞാൻ സൈലൻ്റായി എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ എന്നോട് സംസാരിച്ച് എന്നെ തന്നെ ഞാൻ ഹീലാക്കും. ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഷോപ്പിൻ്റെ കാര്യങ്ങൾ. ഓഫ് കോഴ്സ് വർക്ക് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതായതുകൊണ്ട് എനിക്കതിൽ ഉറക്കം കിട്ടുന്നില്ല എന്നൊന്നും ഒരിക്കലും ഞാൻ പരാതി പറയില്ല. കാരണം ഐ വോണ്ട് വർക്ക്, എനിക്ക് വർക്ക് വേണം. സോ അതുകൊണ്ട് എൻ്റെ വായിന്ന് അതും ഞാൻ ഒരിക്കലും പറയില്ല. ഐ എം റെഡി ടു സാക്രിഫൈസ്. എൻ്റെ ഉറക്കം ഞാൻ സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാണ്. നമ്മളിപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. ഷീസ് ജ്യൂസാണ് കേട്ടോ, വേറൊന്നുമില്ല. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് ഈ ഇൻഡസ്ട്രി ചൂസ് ചെയ്യാൻ കാരണം? വൈ? 15 വർഷമായിട്ടോ ചേച്ചി ഇൻഡസ്ട്രിയിൽ? എന്തുകൊണ്ടാണ് ചോദിച്ചാൽ, ഞാൻ ബേസിക്കലി ഒരു റേഡിയോഗ്രാഫറാണ്. അപ്പം വളരെ ആക്സിഡൻ്റലി എനിക്ക് പാഷൻ കൊണ്ട് ഞാൻ ഇത് ഒരു ഹെയർ കട്ട് ചെയ്യാൻ പോയി. എനിക്ക് ഭയങ്കര ലോങ് ഹെയർ ആയിരുന്നു. ഇപ്പോൾ ഹോസ്പിറ്റൽ ഡ്യൂട്ടിയിൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ക്യാരി ചെയ്യാൻ. അങ്ങനെ ഹെയർ കട്ട് എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ ഒരു നമ്മുടെ പാർട്ട് ടൈമായിട്ട് ഞാൻ ചെയ്തു തുടങ്ങിയതാണ്. എനിക്ക് ഒരു പോയിന്റിൽ മനസ്സിലായി എനിക്ക് ഹോസ്പിറ്റലും തിയേറ്ററും ഒന്നും പറ്റില്ലെന്ന്. സോ അവസരം വീട്ടിൽ പോലും അതായത് റിസൈൻ ചെയ്തു. സ്റ്റാർട്ടഡ് വർക്കിംഗ്. പക്ഷേ ഞാൻ പിക്കപ്പ് ആവുന്ന കണ്ടിട്ടാണ് എല്ലാവരും പറഞ്ഞത് ഇതിലേക്ക് ഓൾറെഡി ഉള്ളിലുള്ളൊരു സാധനമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ 5th സ്റ്റാൻഡേർഡ് തൊട്ട് ഐബ്രോസൊക്കെ ചെയ്ത് തുടങ്ങിയായിരുന്നു, ത്രെഡൊക്കെ. എനിക്കറിയില്ല, എൻ്റെ ഒരു ക്ലോസ് നെയ്ബർ എൻ്റെ ഫാമിലി സ്ട്രെയിറ്റ് സിൽക്കി ഹെയർ ആയതുകൊണ്ട് ഹെയർ കട്ടിന് വിളിച്ചിട്ട് പോയിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തോ സബ് കോൺഷ്യസിൽ കയറിയതായിരിക്കും. സോ അങ്ങനെ പക്ഷേ എനിക്ക് വൻസ് ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടമായി. അങ്ങനെ പിന്നെ കുറച്ചുകൂടി പഠിക്കണം അങ്ങനെ ഇൻട്രസ്റ്റ് കൂടി 15 വർഷം പോയത് അറിഞ്ഞില്ല. അപ്പോൾ ചേച്ചിക്ക് മേക്കപ്പ് ചെയ്യുന്നില്ല എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റിനും. പക്ഷെ അവർ പറയില്ല, എല്ലാവരും ന്യൂട്രലായിട്ടാണ് പറയുന്നത്. ഹിന്ദു വെഡിങ് ആണോ, ക്രിസ്ത്യൻ ആണോ, മുസ്ലിം വെഡിങ് ആണോ, ഏതാണ് ഈസി ആയിട്ട് തോന്നുന്നതും ഇഷ്ടം ചെയ്യാനും? ടു ബി ഓണസ്റ്റ് എനിക്ക് ചെയ്യാൻ ഇഷ്ടം ക്രിസ്ത്യൻ വെഡിങ് ആണ്. അപ്പോൾ എല്ലാം മിനിമലായിരിക്കും. സോ അതിൽ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സാധനം ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞ ഇറ്റ്സ് ലൈക്ക് റിയലി ചലഞ്ചിങ്. അതാണ് എനിക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇൻട്രസ്റ്റിംഗ് ആയതാണ്. ഹിന്ദു ബ്രൈഡ് ലൈക്ക് എപ്പം ഞാൻ പറഞ്ഞില്ല, എക്സ്ട്രാ എന്തെങ്കിലും ഒരു സാധനം ആഡ് കൊണ്ട് നമ്മുടെ ഫേസിൽ ഒരു കുഞ്ഞു പൊട്ട് മാറ്റി വെച്ചാൽ തന്നെ നമ്മുടെയൊക്കെ ഫേസ് മാറും. അങ്ങനെയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഹിന്ദു ബ്രൈഡിന് കുറേ എലമെൻറ്റ്സ് ഉണ്ട്. ഇതിലില്ലാത്തത് കൊണ്ട് എനിക്ക് അത് ചെയ്യണം. തിരിച്ചു നമ്മൾ എത്തിയപ്പോൾ ലഞ്ച് കഴിക്കേണ്ട ടൈമായി. അപ്പോൾ ശ്രുതി ചേച്ചി അമ്മയും പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പോവാൻ. അമ്മ ഭക്ഷണം വിളമ്പി തന്ന് കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് കേട്ടോ വിട്ടത്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം.